വെൽക്കം ടു ATM അൺലിമിറ്റഡ് നോളജ്. പുതിയ ചില കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനാണ് ഇന്ന് കണ്ടുമുട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വാല്യുബിൾ കമന്റ്സ് ആൻഡ് സജഷൻസ് കമന്റ് ബോക്സിൽ കുറിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഗതികളാണ്. ഉപ്പ് അധികം ഇടരുത്, നമ്മൾ പറയാറുള്ളതാണ്. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കുറച്ച് മതി, അല്ലെങ്കിൽ ഉപ്പ് കുറച്ചിട്. ഉപ്പ് പാകത്തിന് മതി. ഇത് എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ടൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ആദ്യത്തെ സെന്റൻസ് ഇതാ, ഉപ്പ് അധികം ഇടരുത്. നമുക്ക് പറയാം, don't add too much salt in the food. Don't add too much salt in the food. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പറയാനായിരുന്നു ഇത്ര ഈ സംഗതി എഴുതിയത്. എന്നാൽ അതല്ല ഞാനിത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിൽ മനോഹരമായ ഒരു യൂസേജ് ഞാൻ പറഞ്ഞത് നമുക്ക് പറഞ്ഞൊപ്പിക്കാം. ഡോണ്ട് ആഡ് ടു മച്ച് സോൾട്ട്, ആഡ് എ ലിറ്റിൽ സോൾട്ട് എന്നൊക്കെ പറയാം. പക്ഷെ അതിൽ മനോഹരമായ ഉപയോഗമുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് അത്തരം വ്യത്യസ്തമായ ഒരു യൂസേജ് ഒന്ന് പഠിക്കാം. ഇതാ ഇങ്ങനെയാണ്. Don't overdo. Don't overdo the salt. Don't overdo the salt. Overdo the salt in the food. ഉപ്പധികം വിടരുത്. ഡോണ്ട് ഓവർഡു ദ സോൾട്ട് ഇൻ ദ ഫുഡ്. അപ്പോൾ ഇത്തരം പ്രയോഗം ഉപയോഗിച്ച് തന്നെ പഠിക്കുക. രണ്ടാമത്തെ സെന്റൻസ്, ഉപ്പ് കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് മതി, ഉപ്പ് കുറച്ചിട്. ഇതെങ്ങനെയാണ്? മുമ്പേ കൂടുതലിടരുത്, ഇവിടെ കുറച്ച് മതി. രണ്ടും ഫലത്തിലൊന്നു തന്നെ, നല്ല വ്യത്യസ്തമായ സെന്റൻസുകളാണ്. ഉപ്പ് കുറച്ച് ചേർക്കുക, ഉപ്പ് കുറച്ച് മതി, എങ്ങനെ പറയാം? അതിങ്ങനെയാണ്. ഗോ easy on the salt. Go easy on the salt. അല്ലെങ്കിൽ go easy with the salt. മനോഹരമായ പ്രയോഗമാണ്. ആഡ് or a little salt വേണം പറയാം, കുറച്ച് മതി. അതിൽ മനോഹരമായ പ്രയോഗം go easy on the salt. Go easy with the salt. ആരും നമ്മുടെ ചോറിനകത്തോട്ട് അല്ലെങ്കിൽ കറിക്കകത്തോട്ട് ഉപ്പിടുമ്പോഴത്തേന് പറയും go easy on the salt. Go easy with the salt. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർക്കും, ഉപ്പ് കുറച്ച് മതി. മൂന്നാമതായി നമ്മൾ ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഉപ്പ് പാകത്തിന് മതി, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പാകത്തിന് മതി. അത് പറയുന്നത് എങ്ങനെയാണ്? അത് വളരെ സിമ്പിൾ പ്രയോഗമാണ്. ഇതാ ഇങ്ങനെയാണ്. Salt to taste. വളരെ സിമ്പിൾ പ്രയോഗം. സോൾട്ട് ടു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പ് പാകത്തിനിട്ടാൽ മതി, അതിൻ്റെ കണക്കിനിട്ടാൽ സോൾട്ട് ടു ടേസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 3 പ്രയോഗങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വ്യത്യസ്തമായ കാര്യങ്ങളുമായി നമ്മൾ പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടും. വീണ്ടും കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ. Please like, share and subscribe the channel.